ഹലോ ഗായ്സ്, ഇന്ന് ഈസ്റ്ററൊക്കെ അല്ലേ. അപ്പോൾ എല്ലാവരും എന്താണ് പ്ലാൻ? പ്രത്യേകിച്ച് സൺഡേ ആയതുകൊണ്ട് എന്തായാലും എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ കാണുമല്ലോ അല്ലേ. ഞാനിന്ന് ഗീ റൈസും മുട്ട റോസ്റ്റും ഉണ്ടാക്കാനാണ് പ്ലാൻ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പട്ട, ഗ്രാമ്പൂ, അതേപോലെ കറിവേപ്പില, ഉള്ളി, ക്യാരറ്റ്, പിന്നെ കുറച്ച് ഉള്ളി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, മല്ലിയില. ഈ തക്കാളിയും കൂടെ ആവശ്യമുണ്ട് എനിക്ക് മുട്ട റോസ്റ്റിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞാനൊരു പാന് കത്തിച്ചു. അതിൽ അത്യാവശ്യം ചൂടായി കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കേട്ടോ. ഞാൻ മുട്ട റോസ്റ്റ് ആയതുകൊണ്ട് കുറച്ചധികം വെളിച്ചെണ്ണ എടുക്കുന്നുണ്ട്. കാരണം ഇതിലധികം ഞാൻ വെള്ളം ഒഴിക്കാൻ പ്ലാൻ ചെയ്യുന്നില്ല. കാരണം നെയ്ച്ചോറിന് ഇതാണ് ഒരു കറി എന്ന് പറഞ്ഞിട്ടുള്ളത്. മിക്സിയിൽ ഞാൻ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടായതിന് ശേഷം ഞാൻ അതിലോട്ടേക്ക് ഇടും. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ കൂട്ടത്തിൽ തന്നെ ഞാൻ 2 ഗ്ലാസ്, ഈ കാണുന്ന 2 ഗ്ലാസ്സിലും ഞാൻ അരിയാണ് എടുത്തിരിക്കുന്നത് നെയ്ച്ചോറിന്. അപ്പം 4 ഗ്ലാസ് വെള്ളം എന്നുള്ള തോതിൽ നമുക്കതിന് തിളപ്പിച്ച് മാറ്റി വെക്കാം. പാരലലിൽ നമുക്കപ്പം നെയ്ച്ചോറും കൂടെ വെക്കാമല്ലോ. അതാണ് എൻ്റെ പ്ലാൻ. അങ്ങനെ 3 ഗ്ലാസ്സായി. ഓക്കെ, അങ്ങനെ 4 ഗ്ലാസ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് സെറ്റാക്കി നമുക്ക് തിളപ്പിച്ചെടുക്കാം. ആ കൂട്ടത്തിൽ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ചധികം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഫ്ലേവറിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ നിങ്ങൾക്ക്. ഞാൻ അത്യാവശ്യം എനിക്കിഷ്ടമാണ് ഈ ഒരു ഫ്ലേവർ, അപ്പോൾ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ ഞാൻ കുറച്ച് വെല്ലുള്ളിയും പിന്നെ കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. ഈ വെല്ലുള്ളി എന്ന് പറഞ്ഞിട്ടുള്ളത് കറിക്കും വേണം, ബാക്കി കുറച്ച് പോർഷൻ ഞാൻ നെയ്ച്ചോറിനും കൂടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടിനും കൂടിയിട്ടാണ് ഞാനിത് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആവശ്യത്തിലധികം ഞാൻ കറിക്ക് എടുത്തിട്ടുണ്ട്. കാരണം നെയ്ച്ചോറിന് ഇത്രയും വേണ്ടല്ലോ, കുറച്ചല്ലേ വേണ്ടൂ. പിന്നെ ഒരു കറിവേപ്പിലയും കൂടെ ഞാൻ അതിൽ എടുത്തിടുന്നുണ്ട്. അങ്ങനെ കറി അവിടെ നിന്ന് സെറ്റായി വരട്ടെ. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് വെക്കാം. അങ്ങനെ കുറച്ച് ഉപ്പിട്ട് വന്നാൽ പിന്നെ വേഗത്തിൽ മൂത്ത് വരുമല്ലോ. അപ്പോൾ അധികം ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട, ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നിങ്ങൾ ആദ്യം ഒന്ന് സെറ്റാക്കി വരിക. പിന്നെ ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ മെല്ലെ മെല്ലെ വാട്ടിയെടുത്താൽ മതി കേട്ടോ. അപ്പം ഞാനത് മെല്ലെ മെല്ലെ വാട്ടിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ എനിക്കിനി അരി കഴുകിയിട്ട് അടുപ്പത്ത് വെക്കണം. ഇതിൽ മുട്ട ഇടേണ്ടത് കൊണ്ട് ഞാൻ ഗ്യാസിൽ ഓൾറെഡി അപ്പുറത്തെ കുക്കറിൽ ഓൾറെഡി 3 മുട്ട എടുത്തിട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് തോലൊക്കെ പൊളിച്ചിട്ട് സെറ്റാക്കി വെക്കണം. ഇതാണ് ഗൈസ് മുട്ടയുടെ കോലം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട്, പക്ഷേ കുഴപ്പമില്ല, ഞാൻ മുറിച്ചിട്ടാണ് ഇടുന്നത്. അപ്പോഴാണ് ഞാൻ പച്ചമുളക് വിട്ടുപോയ കാര്യം ഓർത്തത്. അപ്പോൾ വേഗത്തിൽ ഞാനൊരു പച്ചമുളകും കൂടെ കീറി ഇടുന്നുണ്ട് മുട്ട റോസ്റ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ വേഗത്തിൽ ചെന്ന് ഇനി ഞാൻ മുട്ടയുടെ തോലൊക്കെ പൊളിച്ച് സെറ്റാക്കി വെക്കട്ടെ. ആ കൂട്ടത്തിൽ നമുക്ക് അരിയും കൂടെ എടുക്കാൻ നെയ്ച്ചോറിനുള്ളത്. ഞാൻ 2 ഗ്ലാസ് അരിയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അതൊന്ന് കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല. വേഗത്തിൽ തന്നെ അത് കഴുകിയെടുക്കണം. കൂട്ടത്തിൽ നമ്മുടെ ഉള്ളി ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാനൊരു തക്കാളിയാണ് മുറിച്ചിട്ടിരിക്കുന്നത്. തക്കാളി വേണമെങ്കിൽ എടുക്കാം, വേണമെങ്കിൽ എടുക്കണ്ട കേട്ടോ. അത് ഓരോരുത്തരുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് ഞാനൊരു തക്കാളി അതിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ പൊടികളും ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് കുറച്ച് പെപ്പർ പൗഡർ. ഇത്രയും സാധനമാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഇതിൽ ചിക്കൻ മസാലയോ വേറെ എന്തൊക്കെ മസാലകൾ ഇടേണ്ടതല്ല, അവരുടെ ഫ്ലേവേഴ്സിനനുസരിച്ച് ഇടാം കേട്ടോ. അപ്പോൾ ഇത്രയും ഞാൻ എടുത്തുള്ളൂ. ബാക്കി ഒരു ഇത്തിരി വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി അരച്ച മിക്സിയിൽ ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ ഒരു ഇത്തിരി വെള്ളം ഞാൻ ഇട്ടിട്ടുണ്ട്. അതൊന്ന് വാടി സെറ്റായി കഴിഞ്ഞപ്പോൾ അതിൽ കുറച്ച് തക്കാളി സോസ്, ടൊമാറ്റോ സോസ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ അത് സെറ്റായപ്പോൾ അതിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ നമ്മുടെ മുട്ട തോലൊക്കെ പൊളിച്ച് കീറി ഇട്ടു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല മണം ഉണ്ടായിരുന്നു ഗൈസ്. ഞാൻ ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് നോക്കിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാണുമ്പോൾ തന്നെ ഒരു ലുക്കൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. സോസൊക്കെ വെച്ചതാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. എങ്കിലും എനിക്ക് സോസിൻ്റെതും പിന്നെ ഈ മുട്ടേൻ്റെ അതേപോലെ മല്ലിയിലേൻ്റെ ഒക്കെ ഫ്ലേവർ നല്ല രീതിയിൽ ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ. പാരലലി ഞാൻ നമ്മുടെ നെയ്ച്ചോറിന് വേണ്ട ഉള്ളി, അതേപോലെ കാഷ്യൂനട്ട്, പിന്നെ മുന്തിരിയൊക്കെ പാരലലി ഞാൻ നെയ്യിൽ വാട്ടിയെടുക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ നമ്മുടെ നെയ്ച്ചോറിൻ്റെ കുക്കർ ഞാൻ അടുപ്പത്ത് വെച്ചു. ഒന്ന് ചൂടായി വന്നപ്പോൾ ആവശ്യത്തിലധികം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്കായ ഇല, ഇതൊക്കെ ഞാൻ ഗ്രാമ്പൂവിൻ്റെ ഇല ഇതൊക്കെ ഇട്ട് കൊടുത്തു. ആ കൂട്ടത്തിൽ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിൽ ഞാൻ വേഗത്തിൽ വെല്ലുള്ളി അതേപോലെ ക്യാരറ്റും ഇട്ടൊന്ന് സെറ്റാക്കുന്നുണ്ട്. പാരലലി ഞാൻ നമ്മുടെ നെയ്ച്ചോറിന് വാട്ടിയിടാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയും ഇടുന്നുണ്ട്. പിന്നെ ഇതിൽ നമ്മുടെ കഴുകി വെച്ച അരി, ആ കൂട്ടത്തിൽ 4 ഗ്ലാസ് തിളപ്പിച്ച വെള്ളം, ഇത്രയും സാധനം ഞാൻ ചേർത്ത് കൊടുത്തു. അതിൽ കുറച്ച് നമുക്ക് ചെറുനാരങ്ങ സെറ്റ് ചെയ്ത് കൊടുക്കാം. നല്ല പുളിപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറുനാരങ്ങയൊക്കെ ഇടാം കേട്ടോ. പിന്നെ അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കും. ഉപ്പ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. ഉപ്പ് കൂടുതലുള്ള ആൾക്കാർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം, കുറച്ച് വേണ്ടവർക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. അതിനനുസരിച്ച് അതവിടെ സെറ്റ് ചെയ്ത് വെക്കാം. ഒറ്റ വിസിലേ വേണ്ടൂ കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഉള്ളി വാടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് വാട്ടിയെടുത്തിട്ട് മാറ്റി വെക്കാം. നമുക്ക് ലാസ്റ്റ് ഇത് ഗാർണിഷ് ചെയ്യാവേ. അപ്പോൾ ഏകദേശം നെയ്ച്ചോറ് സെറ്റായി, ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഞാനത് സെറ്റാക്കി അവിടെ മൂടി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. കുറച്ച് പപ്പടവും സാലഡും കൂടെ ഞാൻ പാരലലി എടുത്ത് വെച്ചിട്ടുണ്ട്.
അങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ മുട്ടക്കറി റെഡിയായി, പപ്പടം റെഡിയായി, സാലഡ് റെഡിയായി, കൂടെ നെയ്ച്ചോറും സെറ്റായിട്ടുണ്ട്. ഇനി നെയ്ച്ചോറ് കുറേ കഴിഞ്ഞിട്ട് നമുക്കതിന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം, അത്രേ പ്ലാനുള്ളൂ. അപ്പോൾ ഉച്ചക്കത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ എല്ലാം ഒന്ന് വേഗത്തിൽ ഷടപടാ ക്ലീൻ ചെയ്യട്ടെ. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഓടിപ്പോയിട്ടൊന്ന് കുളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഓടിപ്പോയി കുളിച്ചിട്ട് വരാം. അങ്ങനെ കുളിച്ച് വന്നു. ഇനി വേഗത്തിൽ നമുക്ക് നമ്മൾ വാട്ടി വെച്ച ഉള്ളിയും അതേപോലെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ കുറച്ച് മല്ലിയില, ഇതൊക്കെ ഒന്ന് നമുക്ക് ചോറിൽ കൊണ്ടുപോയി വെതറി ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ചോറ് നല്ല പോലെ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. അധികം വെന്തിട്ടൊന്നുമില്ല, ഞാനൊന്ന് തൊട്ട് നോക്കിയായിരുന്നു, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് നമ്മൾ വാട്ടി വെച്ച എല്ലാ സാധനങ്ങളും അതിൽ ഗാർണിഷായിട്ട് കൊടുക്കാം ഗൈസ്. അപ്പോഴല്ലേ അതിനൊരു ഭംഗിയും പിന്നെ കാഴ്ചക്ക് കുളിർമയും വായിക്കൊരു ടേസ്റ്റും വരത്തുള്ളൂ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഞാൻ അത്യാവശ്യം കുറേ ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, കാരണം കാശിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്, എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി വേഗത്തിൽ നമുക്ക് പ്ലേറ്റിലെടുത്തിട്ട് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ ഓരോന്നായിട്ട് പ്ലേറ്റിലെടുത്ത് വെച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഞാൻ കുറച്ച് കാന്താരിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു എരിവിന് വേണ്ടിയിട്ട്. അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട് ഗേസ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.